ഹലോ, സുഖല്ലേ? I'm അക്ഷര. ഡിപ്രഷൻ വരാതിരിക്കാൻ വേണ്ടി റൂം മേക്കർ ചെയ്യാന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ച എനിക്ക് റൂം മേക്കർ ചെയ്തിട്ട് ഡിപ്രഷൻ വരുമോ എന്നുള്ളൊരു അവസ്ഥയിലായിപ്പോയി. ലൈഫ് മൊത്തത്തിൽ 3G ആയിട്ട് നമുക്ക് അങ്ങോട്ട് പണി തന്നപ്പോ പണി കിട്ടി മിണ്ടാണ്ടിരിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ നല്ല പോലെ അങ്ങോട്ട് നിരീക്ഷിച്ചു എന്റെ അവസ്ഥ. അപ്പൊ എനിക്ക് മനസ്സിലായി ആദ്യം തന്നെ ഈ റൂമിൽ നിന്ന് മോചനാണ് വേണ്ടത്. ഇങ്ങനെ കച്ചറ പിച്ചറ സാധനങ്ങളൊക്കെ ഇട്ട് കിടക്കുന്ന റൂമിൽ നിന്നാ ഞാൻ നന്നാവത്തേ ഇല്ല എന്നുള്ളത്. അങ്ങനെ ഞാൻ റൂം മൊത്തത്തിൽ അങ്ങോട്ട് ഡീപ് ക്ലീൻ ചെയ്ത് സെറ്റാക്കി എടുത്തു. മതിയായിരുന്നു, അത്ര മതിയായിരുന്നു, അവിടെ നിർത്തി മതിയായിരുന്നു. പക്ഷെ എന്തായാലും തുടങ്ങിയില്ലേ മേക്ക് ഓവർ നല്ല ഗംഭീരായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ എന്ത് ചെയ്തു, പെയിന്റ് ചെയ്യാൻ തീരുമാനിച്ചു. പെട്ടില്ലേ, നല്ല പട്ടിപ്പണിയാവുന്ന എനിക്ക് അറിയായിരുന്നു. പക്ഷെ എന്നിട്ട് ഞാനൊരു അഡ്ജസ്റ്റ്മെന്റും ചെയ്തില്ല. 2 കോട്ട് പ്രൈമർ അടിച്ചതിന് ശേഷമാണ് ഞാൻ പെയിന്റ് അടിച്ചത്. എന്റെ ഒരു ആത്മാർത്ഥത. ഈ സാധനം മൊത്തത്തിൽ ഒഴിവാക്കാനുള്ളതായിരുന്നു എന്റെ പ്ലാന്. പക്ഷെ 2 കോട്ട് പ്രൈമർ അടിച്ച് പിന്നെ വൈറ്റ് പെയിന്റ് അടിച്ചിട്ടും ആദ്യം അടിച്ചിരുന്ന കളറിന്റെ ആ ഒരു സാധനം പോകണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ എനിക്ക് വീണ്ടും അവിടെ പെയിന്റ് അടിക്കേണ്ടി വന്നു. അപ്പൊ ഈ സൈഡ് ഭയങ്കര പ്ലെയിൻ ആയി കിടക്കുക. അപ്പൊ അവിടെ നമുക്ക് ഈ ഡിസൈന് പ്രിന്റ് ചെയ്തെടുക്കാം. നോക്കണ്ട, ഉള്ളതല്ല. ഡ്രസ്സിൽ ഞാൻ ചെയ്തോക്കി വർക്കായി. ചുമരുമ്പോ ചെയ്താൽ ശരിയാവുന്നത് എനിക്ക് അറിയാൻ പാടില്ല. ഇത് തുടങ്ങുന്നതിന് മുമ്പ് എന്റെ ഒരു പ്ലാനോ റെഫറൻസോ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം അങ്ങനെ പണി കിട്ടുന്ന എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചാണ് ഞാൻ ഈ പണിക്ക് ഇറങ്ങിയത്. മനസ്സിൽ ഓരോന്ന് വിചാരിച്ചു കൂട്ടി അതുപോലെ വന്നില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് മൂങ്ങിയിരിക്കരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പ്ലാനിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത്. എന്നിട്ട് ഇപ്പൊ ലാസ്റ്റ് എന്തുണ്ടായി, നല്ല സെഡായി. ഞാൻ ആവേശത്തിൽ തുടങ്ങിയ പരിപാടി പകുതിക്ക് വെച്ച് നിർത്തിയാലോ എന്ന് വരെ ഞാൻ ആലോചിച്ചു. പക്ഷെ എന്തോ ഭയത്തിന് ദൈവദൂതനെ പോലെ ആദ്യം വന്ന് ഈ ഗ്രീൻ ബോള് 3 കോട്ട് അടിച്ചെന്ന് പോയി. മറ്റു സൈഡിൽ കാണിച്ച സ്വഭാവമല്ല പച്ച ഈ സൈഡിൽ കാണിച്ച്. ഇവിടെ എനിക്ക് തീരെ ഇഷ്ടമായില്ല. മറ്റു സൈഡിൽ 2 കോട്ട് പ്രൈമറും പിന്നെ വൈറ്റ് പെയിന്റും അടിച്ചിട്ട് ആ യെല്ലോ കാണുന്നുണ്ടായിരുന്നു. അപ്പൊ പച്ച ഇവിടുന്ന് പോവില്ല എന്ന് ഞാൻ ഏകദേശം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ 2 കൽപ്പിച്ച് ഞാൻ വൈറ്റ് അടിച്ചു നോക്കി. എന്തോ വൈറ്റിന് പച്ചയിൽ ഒരു വട്ടം അടിച്ചപ്പോ തന്നെ വൈറ്റ് നല്ല അടിപൊളിയായിട്ട് കാണുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞാനത് സ്ട്രൈപ്സ് ആക്കി മാറ്റി. അങ്ങനെ പിന്നെ കുറെ ക്ലീൻ ചെയ്യാണ്ടായിരുന്നു. അതൊക്കെ ക്ലീൻ ചെയ്ത് സെറ്റാക്കി. ഇതാണ് ഫൈനൽ ലുക്ക്. എന്റെ റൂം കാണാൻ ഇങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടൊരു പിക്ചർ ഒന്നും എന്റെ മനസ്സിലുണ്ടായിരുന്നില്ല. എന്റെ റൂമിൽ നിന്ന് എനിക്കൊരു കോസി ആൻഡ് വാം ഫീൽ കിട്ടണം എന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതെന്തായാലും എനിക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. ഈ ഷെൽഫും മൈൻഡ് ചെയ്യാൻ പാടില്ല. കാരണം ഈ 2 ഷെൽഫും മൈൻഡ് ചെയ്താല് എനിക്ക് എന്റെ റൂം മേക്ക് ഓവർ ചെയ്യാനേ പറ്റില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട കളർ ഒന്നും ചൂസ് ചെയ്യാൻ പറ്റില്ല. ഈ കളർ ഇപ്പൊ ഈ ഷെൽഫിന്റെ ഒപ്പം പോകുന്നുണ്ടെന്ന് വെച്ചാൽ എനിക്കറിയാൻ പാടില്ല, എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ സാരില്ല, എനിക്ക് ഈ കളർ ഇഷ്ടമായി. അങ്ങനെ അത് തീർന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയുന്നുണ്ടോ? അപ്പൊ അത്രയുള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.